മായമില്ലാത്ത പുട്ട്. ഫിറോസ് ബാബു നിലമ്പൂർ എഴുതിയ അനുഭവക്കുറിപ്പ്. നിലമ്പൂർ അങ്ങാടിയിലെ പഴയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഗുഡ്സ് സ്റ്റാൻഡിലെ ചന്തക്കിണറിന് മുകളിലുള്ള തട്ടുകട തുറന്ന് ഞാൻ വെള്ളക്കുടവും എടുത്ത് റോയൽ ഹോട്ടലിലേക്ക് നടന്നു. തട്ടുകടയിൽ നിന്ന് 200 മീറ്റർ നടക്കണം റോയൽ ഹോട്ടലിലേക്ക്. റോയൽ ഹോട്ടലിലെ കിണറ്റിൽ നിന്നാണ് എല്ലാ തട്ടുകടക്കാരും വെള്ളമെടുക്കുന്നത്. വലിയ ബക്കറ്റ് മുഴുവൻ വെള്ളം നിറച്ച് വെള്ളം കൊണ്ടുവരുന്ന 2 കുടത്തിൽ അവസാന ട്രിപ്പ് വെള്ളവുമായി റോയൽ ഹോട്ടലിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങളെല്ലാം പരിഭ്രാന്തരായി തലങ്ങും വിലങ്ങും ഓടുന്നത് കണ്ടു. തടിച്ച ഒരു താത്തയും അവരുടെ ഭർത്താവായ മെലിഞ്ഞ കാക്കയും ഓടുന്നത് കണ്ട് ഞാൻ വെള്ളക്കുടം നിലത്ത് ഇറക്കി വെച്ച് ആസ്വദിച്ചു ചിരിച്ചു. വെള്ളം കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ ഞാൻ നല്ല ദമ്മിൽ ഒരു കഞ്ചാവ് ബീഡി വലിച്ചിരുന്നു. കഞ്ചാവ് വലിച്ചാൽ കോമഡിയും പ്രകൃതിയും സെക്സും നല്ലോണം ആസ്വദിക്കാൻ കഴിയും. സഞ്ജയ് ജ്വല്ലറിയുടെ മുന്നിൽ വെച്ച് വാച്ച് കച്ചവടം ചെയ്യുന്ന കോമുകുട്ടിയാക്കാനെ കണ്ടു. അയാളും ആകെ പേടിച്ച് വിറച്ചു നിൽക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് കോമുവാക്ക പ്രശ്നം? എന്തിനാണ് ആൾക്കാർ മണ്ടണത്? പെട്രോൾ പമ്പിന് തീ പിടിച്ചിക്കിന്, ജീവൻ വേണമെങ്കിൽ വെള്ളക്കുടം വലിച്ചെറിഞ്ഞ് ഓടിക്കോ. ഇതും പറഞ്ഞു അയാളും ഓടി. ഞാൻ ആലോചിച്ചു, ഈ സമയത്ത് നിലമ്പൂരങ്ങാടിയിൽ ഞാൻ മാത്രമായിരുന്നെങ്കിൽ പെട്രോൾ പമ്പ് പൊട്ടിത്തെറിച്ച് ഞാൻ ചതഞ്ഞെറിഞ്ഞ് ചത്ത് മലച്ചങ്ങനെ കിടക്കുന്നത് കാണാൻ എന്ത് രസമായിരിക്കും. ഞാൻ ആ രംഗം ഭാവനയിൽ കണ്ട് കുറേ ചിരിച്ചു. ബസ് സ്റ്റാൻഡിന് തൊട്ടപ്പുറത്തുള്ള സെയ്താജിയുടെ ചെറിയ പെട്രോൾ ബങ്കിനാണ് തീപിടുത്തമുണ്ടായത്. ടാങ്കറിൽ നിന്ന് ഇന്ധനം ടാങ്കിലേക്ക് മാറ്റുന്നതിനിടയിലാണ് ടാങ്കറിലെ പൈപ്പിന്മേൽ തീ പടർന്നത്. രംഗം കണ്ട് ബൈക്കിലും കാറിലും മറ്റു വാഹനങ്ങളിലും ഒക്കെയായി വന്ന കസ്റ്റമേഴ്സ് വാഹനം ഉപേക്ഷിച്ച് പമ്പിൽ നിന്ന് ഇറങ്ങിയോടി. ടാങ്കർ ലോറി ഡ്രൈവർ അസാമാന്യ ധൈര്യമുള്ളയാളായിരുന്നു. പൈപ്പിന് തീ പിടിച്ചത് കണ്ട അയാൾ ഇന്ധനം നിറയ്ക്കുന്ന പൈപ്പ് വേർപെടുത്തി ലോറിയിലേക്ക് ചാടിക്കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മെയിൻ റോഡിലേക്ക് റിവേഴ്സ് ചെയ്ത് ആൾ സഞ്ചാരം കുറവുള്ള ജ്യോതി തിയേറ്ററിനപ്പുറത്തേക്ക് ഓടിച്ചുപോയി. അയാളുടെ കൈക്ക് പൊള്ളലേറ്റിരുന്നു. പമ്പിന്റെ മാനേജർ ഫയർഫോഴ്സിനെ വിളിച്ച് കാര്യം അറിയിച്ചിരുന്നതിനാൽ അവർ ടാങ്കർ കിടക്കുന്ന സ്ഥലത്തേക്ക് കുതിച്ചു പാഞ്ഞെത്തി. ലോറി ഡ്രൈവറും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ടാങ്കറിന്റെ തീയണച്ചു. നിലമ്പൂരങ്ങാടിയെ തകർക്കുമായിരുന്ന ഒരു ദുരന്തത്തിൽ നിന്ന് ധീരനായ ആ ലോറി ഡ്രൈവറുടെ ഇടപെടൽ മൂലം എല്ലാവരും രക്ഷപ്പെട്ടു. ടാങ്കർ ലോറി ഡ്രൈവർക്ക് പിന്നീട് നിലമ്പൂർ പഞ്ചായത്ത് ധീരതയ്ക്കുള്ള അവാർഡ് കൊടുത്തു. കാലങ്ങളോളം നിലമ്പൂരിന്റെ MLA ആയിരുന്ന നേതാവായിരുന്നു ആ അവാർഡ് ഡ്രൈവർക്ക് സമ്മാനിച്ചത്. പേടിച്ചു ഓടിപ്പോയ ആളുകളെല്ലാം തീ പിടിച്ച ടാങ്കർ ജ്യോതി തിയേറ്ററിന്റെ ഭാഗത്തേക്ക് ചീറിപ്പാഞ്ഞു പോയപ്പോൾ മടങ്ങി വരാൻ തുടങ്ങിയിരുന്നു. ഞാൻ തട്ടുകടയിലെത്തി. കയ്യിലുണ്ടായിരുന്ന വെള്ളക്കുടം ഇറക്കി വെച്ച് ഒരു മിഡ്ലാൻഡ് സിഗരറ്റിന് തീ കൊളുത്തി. പമ്പിൽ തീപിടുത്തം ഉണ്ടായതറിഞ്ഞ് ഗുഡ്സ് സ്റ്റാൻഡിലെ ചില വണ്ടിക്കാരൊക്കെ വണ്ടിയെടുത്ത് സ്ഥലം വിട്ടിരുന്നു. രംഗം ശാന്തമായപ്പോൾ പോയവരൊക്കെ മടങ്ങി വന്ന് ഗുഡ്സ് സ്റ്റാൻഡിൽ തന്നെ വണ്ടികൾ പാർക്ക് ചെയ്തു തുടങ്ങി. ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ വെള്ളം നിറച്ചു വെച്ച വലിയ ബക്കറ്റ് കാണുന്നില്ല. എവിടെ പോയി? ആര് കൊണ്ടുപോയി? കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഡ്സ് ഡ്രൈവർമാരായ അജയനും വിജയനും ആ വലിയ ബക്കറ്റും ചുമന്നു വരുന്നത് കണ്ടു. ബക്കറ്റ് കാലിയായിരുന്നു. പമ്പിലെ തീ അണക്കാനായാണ് അവർ ആ വലിയ ബക്കറ്റും ചുമന്ന് പോയത്. ഞാൻ അവർ ചെയ്ത പുണ്യപ്രവൃത്തി കണ്ട് പുറമേക്ക് അവരോട് ചിരിച്ചെങ്കിലും മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, നായ്ക്കളെ, ഞാൻ കെട്ടിക്കൊണ്ടുവന്ന വെള്ളം തന്നെ മാണോ നിങ്ങൾക്ക് പമ്പത്തെ തീ കെടുത്താൻ? മുതലാളി വന്നു. ഞാൻ പമ്പിന് തീ പിടിച്ച കാര്യവും അജയനും വിജയനും വെള്ളം കാലിയാക്കിയ കാര്യവും പറഞ്ഞു. സഖാവായ മുതലാളിയുടെ മുഖത്ത് ചെറിയ ചിരി വിടരുന്നത് ഞാൻ കണ്ടു. ഞാൻ ഇനിയും വെള്ളം കെട്ടിക്കൊണ്ടുവരുന്ന രംഗം ആലോചിച്ചാണ് അവൻ ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അജയനെയും വിജയനെയും മനസ്സിൽ പ്രാഗിക്കൊണ്ട് വീണ്ടും ആ വലിയ ബക്കറ്റിൽ വെള്ളം ചുമന്നുകൊണ്ടുവന്ന് നിറച്ചു. ഗുഡ്സ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോകൾ പോകുന്നത് വരെ 6-6:30 മണി വരെ അവരുണ്ടാകും.
കച്ചവടം ചെയ്യാനും കസ്റ്റമേഴ്സിന് ബെഞ്ചിൽ ഇരിക്കാനുമൊക്കെ ബുദ്ധിമുട്ടാണ്. ഗുഡ്സ് സ്റ്റാൻഡിൽ തട്ടുകട നടത്തുന്നത് കൊണ്ട് ഗുഡ്സ്കാർക്കും ബുദ്ധിമുട്ടാണ്. അവരിൽ പലർക്കും വൈകുന്നേരം അവിടെ തട്ടുവണ്ടി കൊണ്ടുവന്നിടുന്നതിൽ എതിർപ്പുണ്ടെങ്കിലും മുതലാളി ഒരു സഖാവായതുകൊണ്ട് എതിർക്കാൻ പേടിയാണ്. എന്നും വൈകുന്നേരം ഏരിയ സെക്രട്ടറി KT ഉസ്മാൻ കായും അദ്ദേഹത്തിന്റെ കൂടെ 4-5 നേതാക്കന്മാരും പാർട്ടി ഓഫീസിൽ നിന്നിറങ്ങി തട്ടുകടയിൽ വന്ന് ചായയും പരിപ്പുവടയും തിന്നു. ഇതെല്ലാം കാണുന്ന ഗുഡ്സ് ഡ്രൈവർമാർ മുതലാളിയോട് മുട്ടുന്നത് മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കി. ലോഹ്യവുമില്ല അലോഹ്യവുമില്ല എന്ന നിലയിലായി. 2 മാസം മുൻപ് ഒരു ദിവസം തട്ടുകട തുറന്ന് ഞാൻ വെള്ളപ്പവും മുതലാളി പരിപ്പുവടയും ചുട്ട് കോഴിയും പൊരിച്ച് കച്ചവടം തുടങ്ങി. അന്നത്തെ ആദ്യത്തെ കസ്റ്റമർ നെയ്ച്ചോറും കോഴി പൊരിച്ചതും ഓർഡർ ചെയ്തു. നെയ്ച്ചോറ് എടുക്കാനായി മുതലാളി നോക്കിയപ്പോൾ നെയ്ച്ചോറിന്റെ ചെമ്പ് കാണുന്നില്ല. തട്ടുകടയിലെ സാധനങ്ങൾ ഒതുക്കി വെക്കാനായി മുതലാളി നെയ്ച്ചോറിന്റെ ചെമ്പെടുത്ത് വിജയന്റെ ഗുഡ്സിന്റെ പ്ലാറ്റ്ഫോമിൽ വെച്ചിരുന്നു. വിജയൻ ഓട്ടം മതിയാക്കി ഗുഡ്സ് എടുത്ത് 2 അടിക്കാനായി ഉർവശി ബാറിലേക്ക് പോയി. നെയ്ച്ചോറും ചെമ്പും കൊണ്ടുപോയ വിജയനെ അന്വേഷിച്ച് മുതലാളി ഓട്ടോ ഡ്രൈവർ തങ്കു സനോജിനെ വിജയന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. വിജയന്റെ വീട് അറിയുന്ന സനോജ് വീട്ടിലെത്തിയപ്പോൾ ചേട്ടൻ ഇവിടെ വന്നിട്ടില്ല എന്ന് വിജയന്റെ ഭാര്യ അറിയിച്ചു. വിജയൻ 2 വിട്ട് ബാറിന് വെളിയിലെത്തിയപ്പോൾ സുഹൃത്തായ കൊക്ലി മനോഹരൻ ചോദിച്ചു, നീ നെയ്ച്ചോറും കൊണ്ട് എവിടെ പോവാണ്? നെയ്ച്ചോറോ? ഏത് നെയ്ച്ചോറ്? വിജയൻ ചോദിച്ചു. നിന്റെ വണ്ടിയിൽ ഒരു ചെമ്പ് നെയ്ച്ചോറുണ്ട്, മനോഹരൻ പറഞ്ഞു. വിജയൻ ചെന്ന് നോക്കിയപ്പോൾ സഖാവിന്റെ നെയ്ച്ചോറും ചെമ്പും കണ്ടു. അയാൾ ഗുഡ്സ് സ്റ്റാർട്ട് ചെയ്ത് നേരെ തട്ടുകടയിലേക്ക് വിട്ടു. തങ്കു സനോജ് വിജയൻ വീട്ടിലെത്തിയിട്ടില്ല എന്നും പറഞ്ഞ് വാടക വാങ്ങി പോയതിനു ശേഷം 5 മിനിറ്റ് കഴിഞ്ഞാണ് വിജയൻ തട്ടുകടയിൽ എത്തിയത്. അവൻ പറഞ്ഞു, സഖാവേ, ഞാൻ വീട്ടിലെത്തി വണ്ടി സൈഡാക്കി കുളിക്കാൻ വേണ്ടി പുഴയിലേക്ക് പോകാൻ നിൽക്കുമ്പോഴുണ്ട് ഭാര്യ വിളിക്കുന്നു, വണ്ടിയിൽ ഒരു ചെമ്പുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ കുളിക്കാനൊന്നും പോയില്ല, നേരെ വണ്ടിയും കൊണ്ടിങ്ങ് പോന്നു. എന്തായാലും നീ പെട്രോൾ കാശ് തരണം. അയാൾ പറയുന്നത് പച്ച നുണയാണെന്ന് അറിയാമായിരുന്നിട്ടും മുതലാളി ഒന്നും പറഞ്ഞില്ല. ഇതിനിടെ സഖാവിന്റെ നെയ്ച്ചോറും ചെമ്പ് പോയ കഥ പറഞ്ഞ് ഗുഡ്സ് സ്റ്റാൻഡിലെയും ഓട്ടോ സ്റ്റാൻഡിലെയും ടാക്സി സ്റ്റാൻഡിലെയും ഡ്രൈവർമാർ പൊരിഞ്ഞ ചിരിയായിരുന്നു. മുതലാളിയുടെ കയ്യിൽ നിന്ന് പെട്രോൾ കാശ് കിട്ടില്ല എന്നറിയാവുന്ന വിജയൻ ഒരു നെയ്ച്ചോറും കോഴി പൊരിച്ചതും തിന്ന് പെട്രോൾ കാശ് മുതലാക്കി. ഗുഡ്സ് സ്റ്റാൻഡിൽ നല്ല പവറുള്ള ഡ്രൈവർമാരായിരുന്നു അജയനും വിജയനും. 2 പേർക്കും തിന്നാൻ പൈസ ചിലവാക്കാൻ ഭയങ്കര മടിയായിരുന്നു. വിജയന് മദ്യപിക്കാൻ പണം ചിലവാക്കാൻ മടിയില്ലായിരുന്നു. അജയൻ മഹാ എരക്കനായിരുന്നു, ഭയങ്കര വൃത്തിയുടെ ആളാണ്. അവന് ഭക്ഷണം വിളമ്പുന്ന പ്ലേറ്റ് ചൂടുവെള്ളത്തിൽ അവൻ തന്നെ കഴുകിത്തരും. നമ്മൾ കഴുകിയാലൊന്നും അവന് തൃപ്തിയാകില്ല. വിജയൻ 2 വെള്ളപ്പത്തിൽ ചാറ് പാരുന്ന ദരിദ്രവാസിയും അജയൻ 2 കണ്ടം പുട്ടിൽ ചാറ് പാരുന്ന ദരിദ്രവാസിയുമായിരുന്നു. അജയൻ പുട്ടല്ലാതെ വേറെ ഭക്ഷണം ഒന്നും കഴിക്കാത്ത ആളായിരുന്നു. അതിന് അയാൾ പറഞ്ഞിരുന്ന ന്യായം തട്ടുകടയിൽ വിൽക്കുന്ന വേറെ എല്ലാ ഭക്ഷണത്തിലും മായമുണ്ടെന്നായിരുന്നു. എനിക്കവർ തട്ടുകടയിൽ വരുന്നതേ വെറുപ്പായിരുന്നു, എച്ചികൾ, ഞാൻ മനസ്സിൽ പറഞ്ഞു. പെട്രോൾ പമ്പിൽ തീപിടുത്തമുണ്ടായ ദിവസം വൈകുന്നേരം വീട്ടിൽ പോകുന്നതിന് മുൻപായി അജയൻ 2 കണ്ടം പുട്ട് ചാറ് പാരാൻ വന്നു. ഞാൻ 2 പ്രാവശ്യം വെള്ളം കൊണ്ടുവന്ന് ആകെ തളർന്നിരുന്നു. വെള്ളത്തിന്റെ ബക്കറ്റും കൊണ്ടുപോയ അജയനോടും വിജയനോടും നല്ല വെറുപ്പുണ്ടായിരുന്നു. തലേ ദിവസം തട്ടുകട അവധിയായിരുന്നതിനാൽ അതിന് മുന്നത്തെ ദിവസം മുതലാളിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായി വെച്ചിരുന്ന ബാക്കിയായ 2 കുറ്റിപ്പുട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ മറന്നതിനാൽ തട്ടുവണ്ടിയുടെ മുകളിൽ ഒരു വട്ടപാത്രത്തിൽ ഉണ്ടായിരുന്നു. പതിവ് പോലെ തിന്നാനുള്ള പ്ലേറ്റ് അജയൻ തന്നെ ചൂടുവെള്ളത്തിൽ സമോവറിന്റെ പൈപ്പിന്റെ അടിയിൽ പിടിച്ച് കഴുകി തന്നു. എന്നാ 2 കണ്ടം പുട്ട് ആ ബീഫിന്റെ ചാറ് നല്ലോണം ഇളക്കി പാർന്നു കൊണ്ടാ, ഇറച്ചിന്റെ 2 കണ്ടവും പെട്ടോട്ടെ. അജയൻ എന്നോട് ഇങ്ങനെ പറഞ്ഞ് അവന്റെ ഗുഡ്സിനകത്തേക്ക് കയറിയിരുന്നു. അവൻ ആള് തറവാടിയാണ്. തട്ടുകടയുടെ ബെഞ്ചിലിരുന്നൊന്നും പബ്ലിക്കായി ഭക്ഷണം കഴിക്കില്ല. അജയൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. മുതലാളി പരിപ്പുവട ചുടുകയും കോഴി പൊരിക്കുകയും ചെയ്യുന്ന തിരക്കിലായിരുന്നു.
ഞാൻ തട്ടുകടയുടെ മുകളിലുണ്ടായിരുന്ന മിനിഞ്ഞാന്നത്തെ പുട്ടിൽ നിന്ന് ഒരു കുറ്റിയെടുത്ത് നല്ലോണം ബീഫിന്റെ ചാറും ഒഴിച്ച് 2-3 ഇറച്ചി കഷ്ണവും ഇട്ട് അജയന് കൊണ്ടുപോയി കൊടുത്തു. നല്ല മീഡിയം ചൂടിൽ ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്തു. ബീഫിന്റെ ചൂടുള്ള ചാറും കൂട്ടി ബീഫിന്റെ കഷ്ണവും കൂട്ടി പുട്ടും കുഴച്ച് തിന്നുമ്പോൾ അജയൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു: വെള്ളപ്പത്തിൽ മായമുണ്ട്, നെയ്ച്ചോറിൽ മായമുണ്ട്, കോഴിയിൽ മായമുണ്ട്, എന്നാൽ പുട്ടിൽ മായമില്ല.